നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ലൂക്ക മോഡ്രിച്ച് റയൽ മാഡ്രിഡിൻ്റെ പടിയിറങ്ങുന്നു. നാളെ നടക്കുന്ന റയൽ സോസിഡാഡുമായിട്ടുള്ള റയലിൻ്റെ മത്സരം അദ്ദേഹത്തിൻ്റെ സാന്റിയാഗോ ബെർണാബുവിലെ അവസാന കളിയായിരിക്കും. അതിനുശേഷം അദ്ദേഹം ക്ലബ്ബ് വേൾഡ് കപ്പ് കൂടി കളിച്ചിട്ട് റയലിൽ നിന്ന് പടിയിറങ്ങും. ഇപ്പോൾ ഈ ഘട്ടത്തിൽ റയൽ മാഡ്രിഡിൻ്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ലൂക്ക മോഡ്രിച്ചിൻ്റെ നേട്ടങ്ങൾ എണ്ണി പറയുന്നുണ്ട്. ആ കാര്യത്തിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. റയലിൻ്റെ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെയാണ്: റയൽ മാഡ്രിഡും ക്യാപ്റ്റൻ ലൂക്ക മോഡ്രിച്ചും വഴി പിരിയാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. ആ ഒരു അൺഫോർഗറ്റബിൾ സ്റ്റേജ് ആസ് എ പ്ലെയർ അവർ ക്ലബ് അറ്റ് എൻഡ് ഓഫ് ദി ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ അവസാനത്തോടുകൂടി പ്ലെയർ എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ ജേണി റയലിനോടൊപ്പമുള്ളത് അവസാനിക്കും. 2025 ജൂൺ 18 മുതൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലായിരിക്കും ക്ലബ്ബ് വേൾഡ് കപ്പ് ആരംഭിക്കുക എന്നതുകൂടി പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ കൃത്യമായിട്ട് ലൂക്ക മോഡ്രിച്ചിൻ്റെ ഓരോ നേട്ടങ്ങളും എടുത്തു പറയുന്നു. റയൽ മാഡ്രിഡ് എല്ലാ നന്ദിയും അറിയിക്കുകയാണ്. എന്നിട്ട് 2012 അദ്ദേഹം എത്തിയ കാര്യം പറയുന്നു. അതിനുശേഷം റയലിൻ്റെ എസെൻഷ്യൽ പ്ലെയറായിട്ട് മാറി. വൺ ഓഫ് ദി ബ്രൈറ്റസ്റ്റ് ടൈംസ് ഇൻ അവർ ഹിസ്റ്ററി, ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ സമയങ്ങളിൽ ഒന്നിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാളായിട്ട് അദ്ദേഹം മാറി. ആ ഒരു 13 സീസണുകളിൽ അദ്ദേഹം നമുക്ക് വേണ്ടി 28 കിരീടങ്ങളാണ് നേടിയത്. 6 യൂറോപ്യൻ കപ്പുകൾ, 6 ക്ലബ്ബ് വേൾഡ് കപ്പുകൾ, 6 യൂറോപ്യൻ സൂപ്പർ കപ്പുകൾ, 4 ലീഗ് കിരീടങ്ങൾ, 2 കിങ്സ് കപ്പുകൾ, 5 സ്പാനിഷ് സൂപ്പർ കപ്പുകൾ. മോഡ്രിച്ച് ഫുട്ബോൾ ചരിത്രത്തിൽ 6 യൂറോപ്യൻ കിരീടങ്ങൾ നേടിയിട്ടുള്ള 5 താരങ്ങളിൽ ഒരാളാണ്. അതുപോലെ തന്നെ ഈസ് ദി പ്ലെയർ വിത്ത് ദി ഹൈയസ്റ്റ് നമ്പർ ഓഫ് ടൈറ്റിൽസ് ഇൻ 123 ഇയേഴ്സ് ഓഫ് റയൽ മാഡ്രിഡ്സ് ലൈഫ്. റയൽ മാഡ്രിഡിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം കിരീടങ്ങൾ നേടിയിട്ടുള്ള താരമാണ് അദ്ദേഹം. 28 കിരീടങ്ങൾ. മറ്റാർക്കും റയലിൻ്റെ ചരിത്രത്തിൽ ഇത്രയധികം കിരീടങ്ങൾ നേടാൻ പറ്റിയിട്ടില്ല. ഇനി അദ്ദേഹത്തിൻ്റെ ഇൻഡിവിജ്വൽ ലെവലിലുള്ള നേട്ടങ്ങളും റയൽ മാഡ്രിഡ് എടുത്ത് പറയുന്നുണ്ട്. ഇൻഡിവിജ്വൽ ലെവലിൽ മോഡ്രിച്ച് 2018 ബാലൻ ഡിയോർ നേടുകയുണ്ടായി. ഫിഫ ബെസ്റ്റ് പ്ലെയർ അവാർഡ് നേടുകയുണ്ടായി. അതോടൊപ്പം തന്നെ യുവേഫ പ്ലെയർ ഓഫ് ദി ഇയർ പുരസ്കാരം അദ്ദേഹം നേടുകയുണ്ടായി. പിന്നെ ഫിഫ്രോ വേൾഡ് 11 6 തവണ അദ്ദേഹം ഇടം പിടിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ബെസ്റ്റ് മിഡ്ഫീൽഡർ, ചാമ്പ്യൻസ് ലീഗിലെ ബെസ്റ്റ് മിഡ്ഫീൽഡറായിട്ട് 2 തവണ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. മോഡ്രിച്ച് 590 മത്സരങ്ങളാണ് റയൽ മാഡ്രിഡിന് വേണ്ടി ഇതുവരെ കളിച്ചത്. അതിൽ 43 ഗോളുകൾ നേടുകയുണ്ടായി. കൂടാതെ അദ്ദേഹം ഒരു ഗോൾഡൻ ബോളും ഒരു സിൽവർ ബോളും ക്ലബ്ബ് വേൾഡ് കപ്പിൽ സ്വന്തമാക്കിയിട്ടുമുണ്ട്. അങ്ങനെ ഓരോന്നായിട്ട് എടുത്തെടുത്ത് പറയുകയാണ് അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങൾ റയൽ മാഡ്രിഡ് സ്റ്റേറ്റ്മെൻറ്റിലൂടെ ചെയ്യുന്നത്. ഏതായാലും റയലിൻ്റെ ചരിത്രത്തിലെ മോസ്റ്റ് ഡെക്കറേറ്റഡ് പ്ലെയറായിട്ട് ഇതാ മോഡ്രിച്ച് പടിയിറങ്ങുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.